അഷ്ടു എന്താടി സമയം എത്രയെന്ന് വല്ല ധാരണയുണ്ടോ നിനക്ക്? ഇത്രയും സമയായോ? ഇന്ന് സ്റ്റോറി കൊടുത്തില്ലേ, ഡെസ്കിന്ന് എന്തൊക്കെ കേൾക്കേണ്ട വരുന്നു. നമ്മൾ വന്നിട്ട് കൊറേ നേരമായല്ലേ. എനിക്ക് നല്ല ടെൻഷൻ ആവുന്ന. ടെൻഷനായിട്ട് എന്നെ ടെൻഷൻ വന്നേ അവിടെ കിട്ടാതിരിക്കില്ല. എന്താ ഇപ്പൊ ചെയ്യാ? നോക്കാന്നേ. സോന അതൊക്കെ നിനക്കറിയോ അവരെ? പിന്നെ ഇല്ലാതെ അവര് കണ്ണൂരുള്ള പിള്ളേരാ. നിനക്ക് എങ്ങനെ അറിയാം? അവരെ ഞാൻ കണ്ടുപരിചയമുണ്ട്. ആ ടീച്ചറിനെയും കണ്ടുപരിചയമുണ്ട്. സമയം കളയാണ്ട് കിട്ടിയില്ലേ? നിങ്ങൾ കണ്ണൂരല്ലേ? ഏതാ സ്കൂള്? സോന നീ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി, ഡബിൾ ഹാപ്പി. അപ്പൊ എങ്ങനെയാ സോന? ഞാൻ ഹാപ്പി ആയി. അപ്പൊ പ്രേക്ഷകരെ ഹാപ്പി ആക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡി. സന്തോഷമുണ്ട്. നമ്മളും കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ടീച്ചേഴ്സും പേരൻസും അതേപോലെ രേശേട്ടനും സായന്തേട്ടനും ആണെങ്കിലും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ മലയോര പ്രദേശമാണ്, അപ്പോൾ കുറേ പരിമിതികളൊക്കെ കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് വന്നത്. നല്ല സന്തോഷമുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. നല്ല സന്തോഷം തോന്നി. നമ്മൾ ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് മലയോര മേഖലയിൽ നിന്നും ഒരുപാട് പരിമിതികളെല്ലാം ഉണ്ടായിരുന്നു നമുക്കിവിടെ എത്താൻ. സ്കൂൾ PTA-യും പിന്നെ ടീച്ചേഴ്സും പാരൻസും പിന്നെ പഠിപ്പിച്ച രജീഷേട്ടനും സായന്തേട്ടനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. നല്ല വൃത്തിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റി. എന്താ എനർജിയാന്നേ, അടിപൊളി പിള്ളേര്. ഞങ്ങള് പൊളിയൊക്കെയാ, പക്ഷെ ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അടിയിട്ടിട്ട് കാര്യമില്ല. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് ചോദിക്കാം. സന്തോഷമായില്ലേ? ഭയങ്കര സന്തോഷം. ഇങ്ങനെ തലസ്ഥാനത്ത് കലോത്സവത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് നമ്മുടെ സ്വന്തം കുട്ടികളെ പറ്റി പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള സ്കൂളാണ് ദേവമാത ഹൈസ്കൂൾ പൈസക്കരി. അപ്പോൾ അവിടെ നിന്ന് ഈ തീർത്തും മലയോരമായ ഒരു പ്രദേശമാണ്. നമുക്ക് പ്രതീക്ഷിക്കുക, അതായത് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ആ ഒരു മത്സരമാണ് നമുക്ക് ജില്ലാ കലോത്സവം ഉൾപ്പെടെ ജില്ലയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സംസ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ഞങ്ങൾ ഇതുപോലൊരു സന്തോഷം ഇതിനു മുൻപ് നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതുപോലെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് 2017 ചെണ്ട തായമ്പക സംസ്ഥാനത്തേക്ക് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഈ വർഷം നാടൻപാട്ടിൽ. അപ്പോൾ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് രക്ഷിതാക്കൾ, അധ്യാപകർ, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മക്കൾ തീർത്തും ഈ മലയോരം എന്നുള്ളത് അറിയാലോ എത്രമാത്രം നമുക്ക്, അതായത് ക്ലാസിക്കൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം വളരെ കുറവുള്ള ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഈ കുട്ടികളെ ഇത്രത്തോളം ഈ സംസ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞത് തീർത്തും അഭിമാനകരമായ ഒരു നിമിഷമാണ്. കുട്ടികളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന നാടൻ പാട്ടാണ്? ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പുലയ സമുദായക്കാർ ഒരു വിഭാഗക്കാരുണ്ടല്ലോ അല്ലേ, അതുപോലെ തന്നെ പുലയ സമുദായക്കാർ പാടി വരുന്ന തെരട്ട് കല്യാണപ്പാട്ട് എന്ന് പറയും. അതായത് സ്ത്രീകൾക്കിടയിൽ അതായത് 18 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഒരുപാട് കല്യാണങ്ങളുണ്ട്. ഋതുമതി കല്യാണം, അതിൽ ഒരു കല്യാണം തെരട്ട് കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു തെരട്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് പാടി വരുന്ന ഒരു പാട്ടാണ് ഈ കുട്ടികളിപ്പോൾ പാടിയത്.
പുലയ സമുദായത്തിൻ്റെ. അപ്പോൾ ഇത് വ്യത്യസ്ത ഒരുപാട് തരത്തിലുള്ള നാടൻ പാട്ടുകളുണ്ടല്ലോ, ഏതൊക്കെയായിരിക്കും അത്? ഒരുപാട് തരത്തിലുള്ള നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം വന്നത് ഇപ്പം നാഗപ്പാട്ട് വന്നിട്ടുണ്ട്, ആദിവാസി പാട്ടുകൾ വന്നിട്ടുണ്ട്, പിന്നെ ഇതുപോലുള്ള തിരട്ട് കല്യാണ പാട്ടുകൾ പോലത്തുള്ള ഒരുപാട് പാട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. സിനിമകളിൽ ഇപ്പോൾ അജഗജാന്തം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ മംഗലങ്ങളിപ്പാട്ട് എള്ളുള്ളേരി എള്ളുള്ളേരി എന്ന് പറയുന്ന പാട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ ഭൈരവം പാട്ട് ഇപ്പോൾ ARM സിനിമയിൽ ടോവിൻ അഭിനയിച്ച സിനിമയിൽ ARMൽ അതിതൻ്റെ വേഷം ആനന്ദവും ആനന്ദവും നമ്മളെ ഭൈരവം പാട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സിനിമകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ പാട്ടുകൾ നാടൻ പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അന്യം നിന്ന് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഇല്ല എന്നാണ് ഇപ്പം. എന്തായാലും കൈരളിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടാളും കൂടെ ഒരു പാട്ട് പാടുവാണെങ്കിൽ സന്തോഷമായിരുന്നു. ഞാനിപ്പോൾ ഏതാ പാട്ട് പാടുക? നമ്മുടെ വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗമായ പണിയർ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി പാടി വരുന്നൊരു വട്ടക്കളി പാട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ മലയാടി ബാരാത്തു മലാത്തി മുടത്തി മണ്ണെടുപ്പാൻ പോഞ്ചോളൂ മാനിപ്പില്ല് മയക്കുവാൻ മടത്ത് കുയലന പുള്ളിത്തിന മിനറിഞ്ചേ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ നല്ല നല്ല മൊട്ടമാരെ കണ്ടുവെച്ചുള്ളേ ചെമ്പരത്തിപ്പൂ പോലെ കോർത്ത് വെച്ചുള്ളേ മഞ്ഞുമഴ പെയ്യഞ്ചോ പുല്ലുപ്പിലെ ചോരിഞ്ചോ യാ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ ലല്ലേ ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ. എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് സാറിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, അഷ്ടമി വിജയൻ, കൈരളി. ലല്ലേ ലല്ലി ലല്ലി ലേലീലെ ലല്ലിലേ ലല്ലിലേലോ.